എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 5ാം ക്ലാസ് സോഷ്യൽ സയൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ മലയാളം മീഡിയം ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി തന്നെ മലയാളം മീഡിയം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പ്രവർത്തനം 1, ചിത്രം നിരീക്ഷിക്കുക എന്നതാണ്. എ ക്വസ്റ്റ്യൻ: ചുമരിൽ തൂക്കിയിട്ട ഈ ഭൂപടത്തിലെ ദിശ എങ്ങനെ കണ്ടെത്താം? ആദ്യമായി മുകൾ ഭാഗം, ചുവടുഭാഗം, വലതുഭാഗം, ഇടതുഭാഗം എന്നിങ്ങനെ തന്നിട്ടുണ്ട്. നമുക്കറിയാം, മുകൾ ഭാഗത്തുള്ളത് വടക്കും, ചുവടുഭാഗത്തുള്ളത് തെക്കും, വലതുഭാഗത്തുള്ളത് പടിഞ്ഞാറും, ഇടതുഭാഗത്തുള്ളത് കിഴക്കുമാണെന്ന്. ദിശ അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എഴുതുക. ഉത്തരം: വടക്കു നോക്കി യന്ത്രം. പ്രവർത്തനം 2, വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക എന്നതാണ്. ഇവിടെ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ 2 ഇടങ്ങളിലാണ് വിട്ടുപോയിരിക്കുന്നത്. അവിടെ ഉള്ള ഉത്തരം നോക്കാം. 1, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. 2, വോട്ടെടുപ്പ്. ബി ക്വസ്റ്റ്യൻ: തിരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും 3 ധർമ്മങ്ങൾ എഴുതുക എന്നതാണ്. ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം ലഭിക്കുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. പ്രവർത്തനം 3, ചക്രങ്ങളുടെ കണ്ടുപിടുത്തം. മനുഷ്യജീവിതത്തിൽ വരുത്തിയ ചില മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. എ ക്വസ്റ്റ്യൻ: മറ്റെന്തെല്ലാം മാറ്റങ്ങളാണ് ചക്രങ്ങളുടെ വരവോടെ മനുഷ്യജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്? കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം നോക്കാം. സഞ്ചാരം വേഗത്തിലായി, കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞു, അധ്വാനഭാരം കുറഞ്ഞു, കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ബി ക്വസ്റ്റ്യൻ: ഇന്ന് നാം ഉപയോഗിക്കുന്ന 3 പ്രധാന ഗതാഗത മാർഗങ്ങളും അവയ്ക്ക് ഓരോ ഉദാഹരണങ്ങളും ചേർത്ത് പട്ടികപ്പെടുത്തുക എന്നതാണ് ചോദ്യം. നാം ഇന്ന് ഉപയോഗപ്പെടുത്തുന്ന 3 പ്രധാന ഗതാഗത രീതികളാണ് കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. കരഗതാഗതത്തിനുള്ള ഉദാഹരണമാണ് റോഡ് ഗതാഗതം, ജലഗതാഗതത്തിനുള്ള ഉദാഹരണമാണ് സമുദ്ര ഗതാഗതം, വ്യോമഗതാഗതത്തിനുള്ള ഉദാഹരണമാണ് ദേശീയ വ്യോമഗതാഗതം. സി ക്വസ്റ്റ്യൻ: ലോകത്തെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ഏത് രാജ്യത്താണ്? ഉത്തരം: ഇന്ത്യ. ആക്ടിവിറ്റി 4, വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക എന്ന് തന്നെയാണ്. ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓരോന്നായി വായിക്കാം. ജനാധിപത്യ സംവിധാനത്തിൽ എന്നത് പറഞ്ഞ് അവിടെ ഒരു വിട്ട ഭാഗമുണ്ട്. അവിടെ ചേർക്കേണ്ടത് ജനങ്ങൾക്കാണ് പരമമായ അധികാരമെന്നാണ്. 2ാമത്തേത് നിയമത്തിന് മുന്നിൽ എല്ലാവരും. ഇവിടെ ചേർക്കേണ്ടത് തുല്യത എന്നാണ്. പൂർണ്ണമായും വായിച്ചാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. 3ാമതായി സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ്. 4ാമത്തേത് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. 5ാമതായി ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. ഇവയാണ് ജനാധിപത്യത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. പ്രവർത്തനം 5, വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗങ്ങളിലൊന്നാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. എ ക്വസ്റ്റ്യൻ: ആദിമ മനുഷ്യർ ആശയങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ ഏതൊക്കെ? ഉത്തരം: ശരീരമുഖചലനങ്ങൾ, തീയും പുകയും, ചിഹ്നങ്ങൾ എന്നിവയിലൂടെയാണ് ആദിമ മനുഷ്യർ ആശയങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്നത്. ബി ക്വസ്റ്റ്യൻ: സുമേറിയക്കാർ വികസിപ്പിച്ചെടുത്ത ലിപി അറിയപ്പെടുന്നത്? ഉത്തരം: ക്യൂണിഫോം.
ലിപി. സി ക്വസ്റ്റ്യൻ. ആധുനിക കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാം? ഉത്തരം നോക്കാം. ഫോൺ, കത്ത്, ടെലിവിഷൻ, ഓൺലൈൻ സംവിധാനങ്ങൾ, പത്രങ്ങൾ മുതലായ. പ്രവർത്തനം 6. ചിത്രം നിരീക്ഷിച്ച് ചുവടെ ചേർക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ചോദ്യം നോക്കാം. ഇന്ത്യയുടെ കിഴക്കു ഭാഗത്തുള്ള കടൽ ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടലാണ്. ഇന്ത്യയുടെ തെക്കു ഭാഗത്തുള്ള ഒരു അയൽ രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് മാഹി. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം വടക്ക് കിഴക്ക് ഭാഗം. അടുത്തതായി പ്രവർത്തനം 7. കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ നിരീക്ഷിച്ചുവല്ലോ. ഇവിടെ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ നൽകിയിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സൂചനകൾ ഭൂപടത്തിലെ എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു എന്ന് കണ്ടെത്തുക. ഇവിടെ ആദ്യത്തേത് ജില്ലാ അതിർത്തിയും, രണ്ടാമത്തേത് പഞ്ചായത്ത് അതിർത്തിയും, മൂന്നാമത്തേത് റെയിൽവേ പാതയും, നാലാമത്തേത് നദിയെയും സൂചിപ്പിക്കുന്നു. ബി ക്വസ്റ്റ്യൻ. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നുപോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണ്? ഉത്തരം റെയിൽ പാത. നിങ്ങളുടെ സ്വന്തം നാട്ടിലെ 2 ഭൂമിശാസ്ത്ര സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട 2 ഭൂമിശാസ്ത്ര സവിശേഷതകൾ എഴുതുകയാണ് വേണ്ടത്. മലയാളം മീഡിയം ചോദ്യങ്ങൾ അവസാനിക്കുന്നു. അടുത്തതായി ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളാണ്. ആക്ടിവിറ്റി 1. ലുക്ക് അറ്റ് ദ പിക്ചർ. എ ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ യു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓൺ ദി മാപ്പ് ഹാങ്ങിങ് ഓൺ ദി വാൾ? Top, bottom, right, left. In the map of India, top direction is north, bottom is south, right is west, and left is east. Next question. Name a device used to find the direction. Answer. Direct compass. Activity 2. Fill in the missing parts. Here gives various stages of election. The missing parts are filling of nominations. Another is voting. B answer. Write any 3 functions of elections. Answer. Forms governments, provides representation to all, develops leaders, educates voters. Activity 3. Look at the picture that shows the changes that the invention of wheel brought to human life. A question. What other changes have occurred in human life with the advent of the wheel? Prepare a note. Answer. Travel became faster, longer distances could be covered, less workload, more goods could be carried. B question. List the 3 major modes of transport that we use today and give example for each. The transport systems we used: land transport, water transport, air transport. And their examples are: land transport, example road transport; water transport, example sea transport; air transport, example national air transport. Next question. Which country has the second largest road network in the world? Answer. India. Activity 4. Fill in the blanks. First one. The supreme power belongs to the people. Second one. The rule of law ensures equality before law, free and fair election, independent media that help to connect the people and the government. Fifth one. Opposition helping and improving the government through constructive criticism.
an independent and impartial judiciary. Activity 5. The picture shows one of the means of communication used kings in ancient times to convey news and message to the public. A question. What are the methods used by early humans to communicate ideas? Answer. Body facial movements, fire and smoke, symbols, etc. The script developed by Sumerians is known as. Answer. Cuneiform. What are the methods used to communicate news and messages in modern time? Answer. Phone, letter, television, online systems, newspaper, etc. Activity 6. Observe the picture and find the answers to the questions given below. First question. The sea to the east of India. Answer. The Bay of Bengal. Second question. The sea to the west of India. Answer. The Arabian Sea. Third question. The neighboring country to the south of India. Answer. Sri Lanka. The southernmost union territory in India is Mahi. In which part of India is Arunachal Pradesh located? Answer. Northeast part. Activity 7. Observe the outline of the village panchayat in Kerala. Questions. Find out what the given in this indicate on the map. First one, district boundary. Second one, panchayat boundary. Third one, railway line. And fourth one, river. Which major mode of transport runs parallel to the Bharatapuzha river? Answer. Railway. Next question. List two geographical features of your own village. Answer. Any two geographical features in your own village. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.